ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നാളെ പീലിക്കുട്ടൻ്റെ സ്കൂളിൽ വിനായക ചതുർത്ഥിക്ക് വിനായകനായി സെറ്റായി പോകാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കോസ്റ്റ്യൂം ഇവിടെ ഫാൻസി ഡ്രസ്സിൻ്റെ കോസ്റ്റ്യൂമൊക്കെ കൊടുക്കുന്ന ഒരു ഷോപ്പുണ്ട്. അപ്പോൾ റെൻ്റലും ഉണ്ട്, അവർക്ക് റീറ്റെയിലും ഉണ്ട്. അപ്പോൾ അവിടെ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പം പോയിട്ട് വന്നിട്ട് അവിടുത്തെ അതെവിടെയാണ് ഷോപ്പ്, അവിടെ എന്തൊക്കെയുണ്ട് എന്നൊക്കെ നമുക്ക് പോയി വന്നിട്ട് കാണാം. ഓക്കെ, ഷോപ്പിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ വന്ന് നമ്മ കോയമ്പത്തൂർ സരവണപ്പെട്ടി തുടിയലൂർ റോഡ് ട്വിങ്കിൾ ഫാൻസി ഡ്രസ്സസ് എന്നാണ് ഷോപ്പിൻ്റെ പേര് വന്നത്. പുറമെ നോക്കുമ്പോൾ ഒരു ചെറിയ ഷോപ്പാണെങ്കിൽ ഇതിനുള്ളിലേക്ക് കയറുമ്പോഴാണ് നമുക്കതിൻ്റെ മാജിക് മനസ്സിലാവുന്നത്. ഞങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ പാരൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഫാൻസി ഡ്രസ്സസ് ഒക്കെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്ലാസിക്കൽ ഡാൻസിൻ്റെ കോസ്റ്റ്യൂം മുതൽ അവഞ്ചേഴ്സ് വരെ ഇവിടെ അവൈലബിൾ ആണ്. അതും അഫോർഡബിൾ റെൻറ്റിന്, പല സൈസസിൽ പല കളേഴ്സിൽ ഒക്കെ അവൈലബിൾ. അപ്പോൾ കോയമ്പത്തൂരുള്ളവരാണെങ്കിൽ ഇതുപോലെ ഫംഗ്ഷൻസ് ഒക്കെ വരുവാണെങ്കിൽ ഇവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്യുകയോ റെൻറ്റിന് പ്രൊഡക്റ്റ് എടുക്കുകയോ ചെയ്യാം. പീലിന് ആവശ്യമുള്ള റെൻറ്റഡ് ഐറ്റംസ് എല്ലാം എടുത്തിട്ട് ഞങ്ങൾ അപ്പാർട്ട്മെൻറ്റിലേക്ക് തിരിച്ചു പോകുന്നു. ഇനി അകത്ത് എന്നിട്ട് ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. ഡ്രസ്സ് ഞാൻ കുഞ്ഞിന് അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നില്ല, കുഞ്ഞിൻ്റെ തന്നെ ഡ്രസ്സാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ ലോട്ടസ്, ഈ ഒരു ക്രൗണ് ഞാൻ വേറെ നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ ഒന്നും കുഞ്ഞിൻ്റെ തലയ്ക്ക് ഫിറ്റ് ആവില്ല. ഏറ്റവും മെയിൻ സാധനം ഇതായിരുന്നു, ചെവിയും തുമ്പിക്കൈയോട് കൂടി. അത് ഞാൻ ചാർട്ട് പേപ്പറിൽ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കോസ്റ്റ് നോക്കിക്കഴിഞ്ഞപ്പോൾ ഇത് തന്നെയാണ് ബെറ്റർ എന്ന് തോന്നി. പിന്നെ അവിടെ നിന്നൊരു റെസിപ്റ്റും കാര്യങ്ങളൊക്കെ എനിക്ക് തന്നു. അതിൽ ഡെപ്പോസിറ്റ് നമ്മൾ 500 ചെയ്യണമായിരുന്നു. പിന്നെ 100 റുപ്പീസ് ക്രൗണിൻ്റെ. പിന്നെ റീഫണ്ട് നമുക്ക് തരും ഇത് റിട്ടേൺ ചെയ്യുന്ന ടൈമിൽ. പിന്നെ ഒരു മാല ഉണ്ടായിരുന്നു. പിന്നെ ഇത് ശ്രീകൃഷ്ണ ജയന്തിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഓർണമെൻറ്റ്സ് ഒക്കെ ഞാൻ വാങ്ങിയതായിരുന്നു. അത് ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതിന് യൂസ് ആക്കാമെന്ന് വിചാരിച്ചു. ഇതിൽ മാലയും ഹിപ്പ് ചെയിനും ആയിരുന്നു. ഹിപ്പ് ചെയിൻ ഞാൻ ഉദ്ദേശിച്ച പോലെ കിട്ടിയില്ല. പിന്നെ 2 വള വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒരേപോലത്തെ, അതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. അതും നന്നായി ഉണ്ടായിരുന്നു. പിന്നെ ഈ ഹിപ്പ് ചെയിൻ ഞാൻ ഉദ്ദേശിച്ച പോലെ കിട്ടാത്തത് കൊണ്ട് ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ് എൻ്റെ ഒരു പഴയ മാലയിൽ നിന്ന്. പിന്നെ ഒരു പൊട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഷിങ്കാർ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഐബ്രോസിൻ്റെ മേലെ ഡോട്ട് ഇടാൻ വേണ്ടിയിട്ട്. അതിൻ്റെ തന്നെ വൈറ്റും ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു വിനായക ചതുർത്ഥി സ്പെഷ്യൽ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തോളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.